ഒരേ ഒരു മകളാണ്. ഇവൾക്ക് പിതാവില്ല. അദ്ദേഹം മരണപ്പെട്ടുപോയി. കുഞ്ഞിന് ചെറുപ്പം മുതലേ അസുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെച്ചുപോയി നിലത്ത് വീണ് പുറത്തുപോകും. ഏതോ ആരുടെ ഉപയോഗമാണെന്നാണ് പറയുന്നത്. കഷ്ടം തന്നെ. ഇവിടെ ഒരു പേര് കേട്ട് ലൈനുണ്ടെന്ന് അറിയിക്കാനാണ് അങ്ങോട്ട് പോകാനുള്ള വഴി നിങ്ങൾക്ക് അറിയാമോ? അപ്പോ അവരെ നിങ്ങൾ നാട്ടിലൊന്നും കാണിച്ചില്ല. പിന്നെ കാണിക്കാതെ എല്ലാവരും എന്തെങ്കിലും വരുന്നത് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഈ ഒരു കാലവസ്ഥയാണല്ലേ? വെറുതെ അല്ല. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, വിശ്വാസമുണ്ട്, ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ്. അതുകൊണ്ട് അസുഖമാണത്. മിണ്ടാതെ നിന്റെ അടുത്ത് വന്നോളൂ. ആദ്യം നിങ്ങൾ എന്തെങ്കിലും കഴിച്ചതാണോ? ഞങ്ങൾ അറിയാതെ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. പോയപ്പോൾ കുറച്ച് ഒട്ടിയ വേണ്ടി കഴിയാൻ അത് കഴിച്ചു. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ആ കാര്യം രക്ഷപ്പെടും. നിങ്ങൾ ഇവിടെ കുറച്ച് സമയം വിശ്രമിക്കുക. ഇനി ഞങ്ങളുടെ സഹായത്തിന് ആവശ്യമുണ്ടോ? എല്ലാ സൗകര്യമാണ്. എന്നാൽ നമുക്ക് പോകാം. നിങ്ങൾക്ക് പോകില്ല. ഈ സ്ത്രീ അവരുടെ ജാതിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി മകളെ? കുഞ്ഞ് വല്ലാതെ ആവശ്യമായിരിക്കുന്നു. എന്തെങ്കിലും രോഗാവസ്ഥയിലാണോ? മകളെ നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നല്ലോ. നോക്കൂ മകളെ, ഇങ്ങനെ നിരാശപ്പെടാതെ. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ വന്നു ചേർന്നത്. അദ്ദേഹം എത്ര കാരണവാനാണ്. അതിപ്പോ അമ്മയും മകളും ഒന്നായി. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അത്ര കഴിവുള്ളവരാണോ? എനിക്ക് പേടിയാണ്. ഈ യാത്ര താഴെ പോകുന്നു. ഇല്ല മകളെ, ഒരു വൈദ്യരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിനു മുമ്പിൽ ദൈവമുണ്ടല്ലോ, അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം. കൊള്ളാം. ഇത് പറയാനാണോ ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നത്? നീ ഒന്ന് ചുമ്മാ ഇരിക്ക്. ആ സ്ത്രീ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓ, നോക്കാം. നീ അതിലൊരു കൊണ്ടുപോയി. മകളെ, ഈ നാളുകളിൽ സോഫിയ പ്രദേശങ്ങളിൽ ഒരു ദിവ്യനായ മഹാ തേജസ്വിയായ സന്യാസി വന്നിട്ടുണ്ട്. നല്ല പ്രശ്നമല്ലേ? കേട്ടിട്ട് ചിരി വരുന്നു. കളിയാക്കണ്ട, ഞാൻ പറഞ്ഞു തീരട്ടെ. അദ്ദേഹം അനേകർക്ക് വിശപ്പിന് ആഹാരം നൽകുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അനേകം മനുഷ്യ സാധ്യമല്ലാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നല്ല തമാശ. പഠിച്ചവര് ഉരുണ്ടെഴുതിച്ച് നമ്മൾ വേറെ കിട്ടി. ആ ഒരു ഇവരെ കാലമാണ് കളിച്ചത്. അത്ഭുതമാണെന്നൊക്കെ. നോക്ക്, അദ്ദേഹത്തെ കാണുവാനും വചനങ്ങൾ കേൾക്കുവാനും അത്ഭുതങ്ങൾ നേരിൽ കാണുവാനുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും അനേകം പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതിനാണ് ഇവിടെ വന്നത്. ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആളുകൾ കത്തിയാലും നിങ്ങൾക്കൊന്നും അത് പണിയില്ലേ? വാ, നമുക്ക് പോകാം. അത് പറയാതെ ഇവിടെ നിങ്ങൾക്ക് താമസിച്ച് പറയേ. അതിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. ഇത്ര ആളുകൾ താമസിക്കുന്ന ദേശമല്ലേ? അവിടെ ആരും വഴിയില്ല. ആണോ? അദ്ദേഹം അറിയാമോ? എന്റെ അവസാനത്തെ ആശ്രയമായി ഞാൻ ആ ദേശിയെ കാണുന്നു. അദ്ദേഹം എന്നെ സഹായിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
ദൈവം നിനക്ക് നന്മ വരുത്തും. നിന്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷമായി മാറും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അമ്മയുടെ മക്കൾ എനിക്ക് നല്ല പ്രതീക്ഷ തരുന്നു. ഞാൻ ഈ നിമിഷം മുതൽ ഞാൻ അവരെ വിശ്വസിക്കുന്നു. അവിടുന്നായിരിക്കും എന്റെ ദൈവം. ഏതൊരു പാപം ശ്രമിച്ചാലും ഞാൻ എന്റെ വിശ്വാസം നിലനിർത്തും. ദൈവമേ, വിശ്വസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ യാചനകൾ ആ ദിവ്യ പുരുഷനോട് ഉത്തരം നൽകും. നിന്റെ മകൾ അത്ഭുതകരമായി രോഗസൗഖ്യം നേടും. ഇവിടെ ഒരു പാട്ട് കിട്ടി, നമുക്ക് പോകാം. ശരിയായിരിക്കുമോ? എന്തായാലും കുഞ്ഞിന്റെ അസുഖമായതല്ലേ. ഒട്ടും വയ്യാതെ നടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞി, മോളുടെ അസുഖം എല്ലാം വേഗമാകും. വരും സമയം കളയണ്ട. നമുക്ക് കുറച്ചു ദൂരം നടക്കാനുള്ളതാണ്. ഇപ്പോൾ പോയാലേ അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. ശരി, നമുക്ക് പോകാം. എത്ര നേരം എനിക്ക് അദ്ദേഹത്തെ കാണണം. എന്നിട്ടും ഇവർക്ക് പിന്നാലെ നടക്കാൻ ആയിരങ്ങളുണ്ടല്ലോ. ഇവർ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ജനസമ്മതി? വാ, നമുക്ക് പോയി അവനോട് ഇത് ചോദിക്കാം. നീ വരുന്ന എല്ലാവരെയും ഉപദേശിച്ച് നന്നാക്കുന്നുണ്ടല്ലോ. നിന്റെ പിന്നാലെ സദാസമയം നടക്കുന്ന ഈ ശിഷ്യന്മാരെ ഉപദേശിച്ച് നേരെയാക്കാത്തത്? അവരാണെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെ എല്ലാ ചട്ടവും ലംഘിച്ചിരിക്കുന്നു. വൃത്തിയെന്ന് അടുത്ത് പോയിട്ടില്ല. ഭക്ഷണത്തിന് മുമ്പ് കൈ പോലും കഴുകുന്നില്ല. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഞങ്ങളോ? എങ്ങനെ? മനസ്സിലായി. ന്യായപ്രമാണം അനുസരിക്കുന്ന ഞങ്ങളോടാണോ ഇത് പറയുന്നത്? അല്ലയോ പരീക്ഷന്മാരെ, നിങ്ങളെ അശുദ്ധരാക്കുന്നത് വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണോ പറയുന്നത്? ഇത് കേൾക്കുവാനാണോ ഈ ജനങ്ങളുടെ ഇവന്റെ പിന്നാലെ നടക്കുന്നത്? ഈ ജനം അതിനെ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്റെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യചിത്രങ്ങളായ ഉപദേശങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യക്തമായി ഭജിക്കുന്നു. നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഉറക്കെ അവന്റെ നാമം വിളിച്ചപേക്ഷിക്ക്. കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകനെ ഇത് ആദ്യം നിന്ന് രക്ഷിക്കണമേ. ഇവനാരും തന്റെ കൂട്ടാളികളെ ന്യായീകരിക്കുവാനായി ഇവൻ മഹാപ്രവാചകനായ യെശയ്യാവിന്റെ വാക്കുകൾ കടമെടുക്കുന്നു. ന്യായപ്രമാണത്തെ വളച്ചൊടിക്കുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന
ഇവരെ ഒന്ന് പരിഗണിച്ചാലും ഗുരു. അതിന് നമുക്കെന്താണ്? ഇസ്രായേലിടത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നോട് കരുണ തോന്നണമേ. അവിടുന്ന് എന്റെ അവസാനത്തെ ആശ്രയമാകുന്നല്ലോ. എന്നെ കൈവിടരുതേ. ഗുരു നിങ്ങളോട് പറഞ്ഞില്ലേ ഇനിയും നിൽക്കുന്നത് എന്തിനാണ്? ഇനി എന്നിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ പറയരുത്. ഇതാ ഞാൻ അടുത്ത ദൈവത്തിൽ യാചിക്കുന്നു. സ്ത്രീയെ, മക്കളുടെ അപ്പമെടുത്ത് ആരും നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. മക്കളുടെ പ്രാർത്ഥനയെ നായ കുടിക്കില്ല. ഈ വാക്കുകൾ നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അയ്യോ, അദ്ദേഹം പറഞ്ഞത് ആ സ്ത്രീയുടെ ജാതിയെ കുറിച്ചായിരിക്കുമോ? യഹൂദന്മാരായ നമുക്ക് മറ്റുള്ളവരെല്ലാം നായ്ക്കളെ പോലെ നികൃഷ്ടരാണ് എന്നാണ് പറയുന്നത്. കർത്താവേ, നായ്ക്കുട്ടികൾ അവരുടെ യജമാനന്മാർ കഴിച്ചവശേഷിച്ചത് കഴിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ തിരുമുമ്പിൽ ഒരു നായ്ക്കുട്ടിയെക്കാളും താഴെ ഞാൻ തയ്യാറാണ്. അവിടുന്ന് മറ്റുള്ളവർക്ക് പങ്കുവച്ചതിന്റെ ബാക്കി മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഉപേക്ഷിക്കരുതേ മാതാ, ഈ ആശ്രയമറ്റവളെ കൈവിടരുതേ. നമുക്ക് സ്ത്രീ, നീ ഏത് കുലത്തിൽപ്പെട്ടവളായാലും നിന്റെ വിശ്വാസം പരീക്ഷിച്ച് വിലയേറിയതെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. നമുക്ക് ഇത്രമാത്രം അവഗണിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ജാതികളുടെ കൊണ്ടുതരവുകളായ ഇവൾ ദൈവത്തോട് തന്നെ അടിയുറച്ച വിശ്വാസം കൈമോശം വരാതെ സൂക്ഷിച്ചു. ഇവളുടെ വിശ്വാസം എന്നത് വരും തലമുറകൾക്ക് ഒരു മാതൃകയാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവനെ തിരിഞ്ഞു നോക്കുക. വളരെ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാനെടുക്കുന്ന ഒരു ചെറിയ കാലതാമസം അത് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ഉപേക്ഷിക്കുവാൻ കാരണമാകുന്നു. ഈ സ്ത്രീ നമുക്കൊരു പാഠമാണ്, ഒരു സാക്ഷ്യമാണ്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നുള്ള വലിയ സാക്ഷ്യം. ഏത് പ്രതിസന്ധിയിലും മടുത്തു പോകാതെ, ഏത് പ്രതികൂലത്തിലും പിന്തിരിയാതെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. വിശ്വാസത്താൽ നീതിയുടെ കിരീടം നേടുക. വിശ്വാസം വിലയേറിയത് എന്ന് നാഥൻ സാക്ഷ്യപ്പെടുത്തട്ടെ. ആ കനാന്യ സ്ത്രീയെ പോലെ വിശ്വാസം